നമസ്കാരം. അപ്പോൾ നമുക്ക് സബോളയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ ഒരു 4 മണിക്ക് ഒരു ചായക്കടിയൊക്കെ തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് എങ്ങനെ നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ചെറിയ 2 സബോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 2. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു മുളകും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 3, 4 വെളുത്തുള്ളിയാണ് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനായിട്ട് 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊരു നൈസായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ 2 മുട്ട ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ടാണ് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. മൈദയാകുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റിനായിട്ട് നമ്മുടെ മീറ്റ് മസാലയില്ലേ, ഇറച്ചി മസാല, മീറ്റ് മസാല ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടി മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കാനായിട്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈ വെച്ച് ഈ സബോളയ്ക്കകത്തുള്ള വെള്ളം വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയോ പരത്തിയൊക്കെ എടുക്കാം. അപ്പം ഞാനൊരു ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ഒരു ഷാളോ ഫ്രൈ ആണ് നമ്മൾ അത്രയുള്ള എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ പീസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം മുട്ട വെന്തതാണെങ്കിൽ നമ്മുടെ സബോളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മുരിച്ചെടുക്കണം. എന്നാലേ പുറം മുരിയുകയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യത്തുള്ളൂ. അപ്പം ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം മുരിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറുഭാഗവും കൂടി ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം മതി. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ഒന്നും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് മറുഭാഗവും കൂടെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഈ എണ്ണയിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി.